നമസ്കാരം. പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ പ്രാധാന്യം എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ പോസിറ്റീവ് തിങ്കിങ് അഥവാ ശുഭചിന്തനം നമ്മുടെ മനസ്സിൽ ദിവസം മുഴുവൻ നടക്കണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. ഇതിനായി നമ്മുടെ മനസ്സിൽ നടക്കുന്ന സങ്കല്പങ്ങൾ എഴുതി വയ്ക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാക്കണം. ഇത് പ്രധാനമായും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ സംഭവിച്ചു എന്ന ആ സംഭവങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇറിറ്റേറ്റഡ് ആയോ, ദേഷ്യം വന്നോ, മൂഡ് ഓഫ് ആയോ, മനസ്സ് നിരാശയിലേക്ക് പോയോ എന്നുള്ളത് എഴുതി വെച്ചിട്ട് അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു സീൻ വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടത് എന്നും നമുക്ക് എഴുതി വയ്ക്കാം. ഇതൊരു ലെറ്ററിന്റെ രൂപത്തിൽ നമുക്ക് എഴുതാം. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഈശ്വരന് ഒരു കത്ത് എഴുതിയിട്ട് വേണം നമ്മുടെ മനസ്സും ബുദ്ധിയും ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഉറങ്ങണം. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടി പല്ല് ബ്രഷ് ചെയ്യാറുണ്ട്. ചിലർ ശരീരം തന്നെ ഒന്നുകൂടി ക്ലീൻ ചെയ്യാറുണ്ട്. ശരീരത്തിന് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുവോ അത്രയും തന്നെ മനസ്സും ക്ലീൻ ആക്കിയിട്ട് ഉറങ്ങുന്നതിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. പകൽ നടന്ന സംഭവങ്ങളിലെ ദുഃഖകരമായ ഒന്നും തന്നെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പോകരുത്. അതിനായി നമ്മൾ ഈശ്വരനെ സമർപ്പിക്കാം. നമ്മൾ പരിവർത്തനത്തിന്റെ പാതയിലാണല്ലോ. നമ്മിൽ നിന്നും തെറ്റുകൾ സംഭവിക്കും എന്നുള്ളത് ഈശ്വരന് അറിയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത്. നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ നമുക്ക് ഈശ്വരനെ വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് കുറ്റബോധം കൂടാതെ നമുക്കിത് എഴുതി വെക്കാം. പരിവർത്തനത്തിനുള്ള ഒരു സ്റ്റെപ്പെങ്കിലും എടുക്കുന്ന ഒരു വ്യക്തി വിജയി തന്നെയാണ്. പൂർണ്ണമായും മാറിയിട്ട് സന്തോഷിക്കാനായിട്ട് നമ്മൾ ആരും കാത്തിരിക്കേണ്ടതില്ല. നമ്മൾ ഓരോരുത്തരും നന്മയിലേക്കുള്ള മാറ്റത്തിന്റെ ഒരു പാർട്ട് തന്നെ ആണ്. ഇനി രാത്രിയിൽ മാത്രം ചെക്ക് ചെയ്യുവാനായി നമ്മൾ ഇരുന്നാൽ പകൽ നടന്ന പലതും നമുക്ക് ഓർമ്മയുണ്ടാകില്ല. അതുകൊണ്ട് മണിക്കൂറിൽ 1 മിനിറ്റ് നമ്മൾ ചെയ്യുന്നതെല്ലാം നിർത്തിവെച്ചിട്ട് നിശബ്ദമായിരുന്ന് നമ്മുടെ സങ്കല്പങ്ങളെ ഒന്ന് നിരീക്ഷിക്കാം. ഇതിനെ മനസ്സിന്റെ ട്രാഫിക് കൺട്രോൾ എന്ന് പറയും. വേണമെങ്കിൽ നമുക്ക് മൊബൈലിൽ ഓരോ മണിക്കൂറിലും 1 മിനിറ്റ് എന്ന രീതിയിൽ ഒരു മ്യൂസിക്കോ ചെറിയൊരു സോങ്ങോ വയ്ക്കാം. ആ സോങ് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും, ഇത് നമ്മുടെ മനസ്സിന് റെസ്റ്റ് കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം നിർത്തിവെച്ച് കഴിഞ്ഞ 1 മണിക്കൂറിൽ എന്നിൽ നിന്നും ദേഷ്യമോ സങ്കടമോ വിഷമമോ, ഞാൻ ഉറക്ക സംസാരിക്കുകയോ ആരെങ്കിലും കളിയാക്കുന്നത് പോലെ സംസാരിക്കുകയോ കുത്തി നോവിക്കുന്നത് പോലെ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തോ, മനസ്സിൽ എന്തെങ്കിലും ചിന്തിച്ചോ, സൗകര്യപ്പെടുമെങ്കിൽ ആ ബുക്കിൽ അപ്പോൾ തന്നെ അത് എഴുതാം. അതിനുശേഷം ഇത് ഞാൻ എങ്ങനെ ആയിരിക്കണം അടുത്ത പ്രാവശ്യം പ്രതികരിക്കേണ്ടത് ഈ സാഹചര്യങ്ങളിൽ എന്ന് എഴുതാം. ഇത് നമ്മുടെ മനസ്സിന് നമ്മൾ പുതിയ രീതിയിലുള്ളൊരു റെക്കോർഡിങ്ങിന്റെ പരിശീലനം നൽകുകയാണ്. പഴയ രീതിയിലുള്ള റെക്കോർഡിംഗ് എല്ലാം മാറ്റി ഈ രീതിയിൽ പുതിയ റെക്കോർഡിംഗ് നമ്മൾ സ്വയം തന്നെ അതിനുവേണ്ടി മുൻകൈയെടുത്ത് ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് തിങ്കിങ് മനസ്സിലൂടെ സാധ്യമാകുന്നത്. വെറുതെ നമ്മൾ പോസിറ്റീവ് ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം നെഗറ്റീവ് ചിന്തിച്ചാണ് നമുക്ക് ശീലം. അതുകൊണ്ട് ഈ രീതിയിൽ മനഃപൂർവ്വം നമ്മൾ ഒരു എക്സർസൈസ് ചെയ്യാം. ഇനി ഇപ്പോൾ നമ്മൾ 2 കാര്യം പറഞ്ഞു. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ട്രാഫിക് കൺട്രോൾ, അതായത് ആ മണിക്കൂറിൽ 1 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ എക്സർസൈസ് ചെയ്യാം. സാധിക്കുമെങ്കിൽ ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് 1 നിമിഷം സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ സംസാരിക്കേണ്ടത്, ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചത് തെറ്റായിപ്പോയി, അങ്ങനെ നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് അപ്പോൾ തന്നെ ബുക്കിൽ എഴുതാം. ഇത് ഏറ്റവും ഫലപ്രദമാണ്. കാരണം ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്താൽ പിന്നീട് നമ്മൾ മറന്നു പോവില്ല. നമ്മുടെ മനസ്സിൽ അത്രയധികം ചിന്തകൾ നടക്കുന്നുണ്ട്. പലപ്പോഴും 1 മണിക്കൂർ കഴിഞ്ഞാൽ പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല കഴിഞ്ഞ 1 മണിക്കൂറിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന്. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് പോലും മുഴുവൻ ദിവസവും എന്തൊക്കെ നടന്നു എന്ന് പലപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാകില്ല. അതുകൊണ്ട് അപ്പോൾ ചെയ്താൽ
അത്രയും നല്ലത്. ഈ 3 രീതിയിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. എപ്പോഴും ഓരോ പ്രാവശ്യവും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈശ്വരനെ ഓർമ്മിക്കാം. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പും ഈശ്വരന് ഒരു കത്തെന്ന രൂപേണ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതുകയും അതിനുള്ള പോസിറ്റീവായ പരിഹാരങ്ങളും എഴുതി വയ്ക്കുമ്പോൾ ഈശ്വരനെ ഓർമ്മിച്ച് നമ്മൾ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ഈശ്വരീയ ശക്തി നമ്മിലേക്ക് പ്രവേശിക്കുകയും അതിലൂടെ നമ്മുടെ ഉള്ളിൽ സ്നേഹവും ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ നിറയുകയും രാത്രിയിലെ ഉറക്കം വളരെ സുഖകരമാകുമ്പോൾ രാവിലെ ഉണരുമ്പോൾ വളരെ ഫ്രഷായി കർമ്മമണ്ഡലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനും സാധിക്കും. ഇത് നമ്മിലുള്ള നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജം നിറച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്യുവാൻ നമ്മെ സഹായിക്കും. അങ്ങനെ ഓരോ ദിവസവും ഈ ഒരു എക്സർസൈസ് കൂടി ചെയ്ത് നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാം. നന്ദി, നമസ്കാരം.